ഹായ് ഡിയേഴ്സ്, ഇനി നമ്മൾ നല്ല സദ്യ സ്പെഷ്യൽ മധുര പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. മധുര പച്ചടി അല്ലെങ്കിൽ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പച്ചടി തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ട് 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു യെല്ലോ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മുങ്ങി നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇത്തിരി വെള്ളം കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു പാകത്തിൽ ആയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലുണ്ടായിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പച്ചത്തേങ്ങയിൽ ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അരപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുന്ന ആ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും. തേങ്ങ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്ക് കടുക് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാകുമേ. മൊത്തത്തിലൊന്ന് മിക്സാക്കി ഇട്ടതിന് ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ടൊന്ന് തൈര് അടിച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കട്ട തൈരാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നല്ല പുളിയോട് കൂടിയുള്ള തൈര് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കടുകൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ അളവിൽ കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടുക് മൊത്തത്തിലൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 3 വറ്റൽമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു പച്ചടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്